ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ സംക്രാന്തിയിലെ കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ പാലക്കാടിൻ്റെ സ്പെഷ്യൽ റെസിപ്പി കൂടെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സംക്രാന്തി ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പതിപോലെ നേരത്തെ എണീറ്റു. പിന്നെ അതുപോലെ തന്നെ എല്ലാവിടെയും അടിച്ചു തുടച്ച് വൃത്തിയാക്കി വിളക്കെല്ലാം വെച്ചു. അതിന് ശേഷം പിന്നെ വന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കണം കേട്ടോ. ഇനി ചായ നമ്മൾ അടുപ്പിൽ റെഡിയാക്കുന്നുണ്ട്, പാലും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ 1-ാം തീയതി ആയ കാരണം നേരത്തെ എണീറ്റ് തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. അതൊന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ വന്നിട്ട് ചായ വെക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ചായ കുടിക്കണം. ഇനി ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ എന്താ പറയുക, സംക്രാന്തി ഒന്നും അല്ല കേട്ടോ. നമ്മുടെ ചെറുതായിരിക്കുമ്പോഴുള്ള സംക്രാന്തി ആഘോഷമാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആഘോഷം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ സംക്രാന്തി എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ കർക്കിടക മാസം ആരംഭിക്കുമ്പോൾ നമ്മൾ സംക്രാന്തി ദിവസം എന്നാണ് 1-ാം തീയതി പറയാറുള്ളത്. അപ്പോൾ ഞാൻ കണ്ടു രാവിലെ തന്നെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും മഴ പാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ മഴക്കാറുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ മൈലാഞ്ചിയൊക്കെ ഇടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം മൈലാഞ്ചി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ മൈലാഞ്ചി ഇട്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് ആചാരങ്ങളൊക്കെയാണ് നമ്മുടെ പാലക്കാട് ഭാഗത്തുള്ളത്. ഇപ്പോൾ അതൊന്നും പൂർണ്ണമായിട്ട് ചെയ്യാൻ നമ്മൾ ഉൾപ്പെടെ കുറേ പേർക്കൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ നമ്മളും ആ പറയുന്ന ആചാരങ്ങളൊന്നും ഇപ്പോൾ ചെയ്യാറില്ല. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ അവിടെ ഒരു ചേട്ട പോവുക പറയുന്ന ഒരു ആചാരമൊക്കെ ഉണ്ട്. അത് പറഞ്ഞാൽ ചേട്ട ദേവിയെ നമ്മൾ പുറത്താക്കി മഹാലക്ഷ്മിയെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല. നമുക്ക് വരച്ചിലില്ലാത്ത വീടുകളിൽ ഇങ്ങനെയൊക്കെ ചെയ്യൽ, അതുപോലെ ശിവോതി വെക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഈ ചേട്ടകളയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ ശിവോതിയൊന്നും നമ്മൾ വെക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു വലിയമ്മയുണ്ട്, വലിയമ്മയുടെ വീട്ടിൽ അങ്ങനെ ശിവോതി വെക്കലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചേട്ടകളിയെ പറയുമ്പോൾ നമ്മുടെ വീട് ഫുള്ളായിട്ട് അടിച്ച് വറാലിയും അതുപോലെ കുപ്പിയും എല്ലാം അടിച്ച് ഒരു പൊട്ടച്ചട്ടിയിലാക്കി അതിൽ മഞ്ഞളും ചേമ്പിൻ്റെ ഇലയും വിളക്കും ചന്ദനത്തിരിയും കുറേ വേസ്റ്റും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ അത് എന്താ പറയുക, വീടിന് 3 വലം വരും. വന്നതിന് ശേഷം ചാണകവെള്ളം തെറിച്ച് പുറത്ത് പോയി അതിന് ഏതെങ്കിലും നമ്മുടെ തോട്ടിലോ പുഴയിലോ അങ്ങനെയുള്ള ഭാഗത്ത് കൊണ്ടിട്ട് അവിടെ പോയി കുളിച്ച് ശുദ്ധിയായിട്ട് വരും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങളെയൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഞങ്ങളൊക്കെയാണ് ഈ ചേട്ട് കളയാൻ പോകുന്ന ആൾക്കാർ. അന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഇങ്ങനെ എല്ലാവരുമായിട്ടും തോട്ടിലും പുഴയിലൊക്കെ കുളിക്കലും ഈ ചേട്ട് കളയാൻ മത്സരിക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതൊരു നല്ല രസമുള്ളൊരു പരിപാടി തന്നെയാണ്. ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അത് കാണാനും കൂടെ കിട്ടാറില്ല കേട്ടോ. പക്ഷെ എന്നാൽ നമ്മുടെ പാലക്കാട് ചില ഇടങ്ങളിലൊക്കെ ഇപ്പോഴും അത് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരും അങ്ങനെ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ അതൊക്കെ കാണാനും കേൾക്കാനും നല്ല രസമാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ വൈകുന്നേരം മൈലാഞ്ചി ഇടും. മൈലാഞ്ചി ഇങ്ങനെ ഇറച്ചിപ്പൊതി പോലെ കൈ ഫുള്ളായിട്ട് 2 കൈയിലും നമ്മുടെ അരച്ചിട്ടുള്ള മൈലാഞ്ചി ഇട്ട് അത് നമ്മുടെ തേക്കിൻ്റെ ഇല കൊണ്ട് കെട്ടിയിട്ട് രാത്രി കിടന്നുറങ്ങും. ഒന്നുറങ്ങിക്കഴിഞ്ഞാൽ എണീറ്റിട്ട് അതെല്ലാം അഴിച്ച് കളഞ്ഞ് വെളിച്ചെണ്ണയൊക്കെ കയ്യിൽ തേച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പോലെ ഡെയിലി നമ്മൾ ദോശ ഇഡ്ഡലി അങ്ങനെയുള്ള പലഹാരങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് കഞ്ഞി ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവുമല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ സംക്രാന്തി പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് ഇറച്ചിയും ദോശയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ദോശ ഉണ്ടാക്കും. ഇത് വരച്ചിലില്ലാത്ത വീടുകളിലാണ് കേട്ടോ ഈ ദോശ ഉണ്ടാക്കൽ പരിപാടിയൊക്കെ ഉണ്ടാവുക. വരച്ചിലുള്ളവർ അരി അരയ്ക്കുക, അന്നത്തെ ദിവസം ദോശ ഇഡ്ഡലി ഉണ്ടാക്കുക, അതൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ വരച്ചിലൊന്നും ഇല്ലാത്ത വീട്ടുകളിൽ ഇതുപോലെ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വരച്ചിലുള്ള വീട്ടുകളിലൊക്കെ കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പം വരച്ചിൽ പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1 വർഷം നല്ല കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ, അതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ
ഉച്ചയാകുമ്പോൾ നമ്മുടെ ഇവിടെ ഇറച്ചിയും ദോശയും പതിവ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് ഫുള്ളായിട്ട് ദോശ തന്നെ ആയിരിക്കും കേട്ടോ. ചോറൊന്നും അങ്ങനെ വെക്കാറില്ല. രാവിലെ ദോശയായിരിക്കും, ഉച്ചയ്ക്ക് ദോശയും ഇറച്ചിയായിരിക്കും, വൈകുന്നേരവും അത് തന്നെ ആയിരിക്കും കേട്ടോ. അത് തന്നെ ഭയങ്കര ഒരു ആഘോഷമാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മൈലാഞ്ചി ഇട്ട കൈകൊണ്ട് ഇറച്ചിയും ദോശയും കഴിക്കണം എന്നാണ് നമ്മുടെ പാലക്കാടന്മാർ പറയാറുള്ളത്. അപ്പോൾ ഇപ്പോഴും ചില ഇവിടങ്ങളിലൊന്നും ഇപ്പോൾ അങ്ങനെ ഇറച്ചി വെക്കുന്നില്ല. എന്താ പറഞ്ഞാൽ ഇപ്പോൾ രാമായണം വായിക്കലും അങ്ങനെയൊക്കെ ആയ കാരണം അതൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും സംക്രാന്തിക്ക് മിക്കവാറും ഇപ്പോൾ ഇറച്ചി അങ്ങനെ വെക്കാറില്ല. ഇന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ലീവായ കാരണം കേട്ടോ ഞാൻ പിന്നെ ഇറച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ഇറച്ചി വാങ്ങില്ല. അന്നത്തെ ദിവസം നമ്മൾ എന്തായാലും നോൺ വെജ് വെക്കാറില്ല കേട്ടോ. എന്താ പറയുക, ആരും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും പറയണേ നമ്മുടെ ഇവിടെ ഇറച്ചി വെച്ചിട്ടാണ് അത് ആചരിക്കാറുള്ളത്. അപ്പോൾ ഇവരാരും ഇല്ലാത്തതുകൊണ്ട് സ്കൂളൊക്കെ ഉണ്ടാകുന്ന സമയമാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇറച്ചി വാങ്ങാറില്ല കേട്ടോ. ഇന്നിപ്പോൾ കുട്ടികൾക്കൊക്കെ ലീവായ കാരണമാണ് ഇറച്ചി വാങ്ങിയിരിക്കുന്നത്. നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളൊക്കെ ഉച്ചവരെ ഉണ്ടാവാറുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ലീവായിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ മൈലാഞ്ചിയൊക്കെ ഇട്ട് സ്കൂളിൽ പോയി ഇങ്ങനെ എല്ലാവരും കൈയൊക്കെ കാണിച്ച് മൈലാഞ്ചിയൊക്കെ കാണിച്ച് ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഉച്ചയ്ക്ക് തിരിച്ച് വരുന്നത് തന്നെ നമ്മൾ ഇറച്ചിയും ദോശയും കഴിക്കാമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ പാലക്കാടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കോഴിയും കുമ്പളങ്ങിയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 10-15 ചെറിയുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു അര സ്പൂണ് പെരിഞ്ജീരകം, ഒരു 3/4 സ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടെ നല്ല വെള്ളം ഒഴിച്ച് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മൾ എന്താ പറയുക എണ്ണയൊന്നും ചേർക്കാണ്ട് വറുത്തെടുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏതിലാണോ വെക്കുന്നത് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 കിലോളം കുമ്പളങ്ങിയുണ്ട് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ കഷ്ണം മുറിച്ചെടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. നല്ലപോലെ അരച്ചിട്ട് വന്നിട്ടുള്ള നമ്മുടെ എന്താ പറയുക മുളകും മല്ലിയൊക്കെ ചേർത്തിട്ടുള്ളതില്ലേ, അത് അരച്ചത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു അരമണിക്കൂറൊക്കെ അങ്ങനെ വെക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെക്കാൻ വേണ്ടിയിട്ടാണ്, ഒരുപാട് സമയം വെക്കുന്നില്ല. പിന്നെ നമ്മൾ വാങ്ങിയിരിക്കുന്നത് നാടൻ കോഴിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വേവും കൂടുതലാണ്. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ട് അതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. നമ്മുടെ ഇവിടെ കല്യാണങ്ങൾക്ക് തലേ ദിവസം നമ്മുടെ ഈ ചിക്കനും കുമ്പളങ്ങിയും കൂടിയിട്ടുള്ള കറി വളരെ പ്രധാനമാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാ വീട്ടിലും കല്യാണങ്ങൾക്ക് ഈ ഒരു കറി ഉണ്ടാവുന്നതായിരിക്കും തലേ ദിവസം. അപ്പോൾ ഞാൻ എന്താ പറയുക ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വരുമ്പോഴേക്കും തന്നെ കുറച്ച് നേരം ആയി കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ചാറോട് കൂടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം എത്ര വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നാടൻ കോഴി ആയ കാരണം കുറച്ച് വെള്ളം കൂടുതൽ വേണ്ടി വരും കേട്ടോ. പിന്നെ നമ്മളിത് വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ കുമ്പളങ്ങിയിൽ നിന്നും അതുപോലെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കറി വെക്കുന്നത് ചിലവർ നമ്മുടെ ഉള്ളിയും തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴറ്റി എടുത്തിട്ട് ഇതുപോലെ കുമ്പളങ്ങിയൊക്കെ ചേർത്ത് വെക്കും. പക്ഷേ നമ്മുടെ അവിടെ പറയുമ്പോൾ ഇങ്ങനെ ഉള്ളിയും ഇതൊന്നും വഴറ്റാണ്ട് ഇങ്ങനെയാണ് കേട്ടോ വെക്കാറുള്ളത്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി കൂടിയാണ് കേട്ടോ ഇത്. എന്താ പറഞ്ഞാൽ ഉള്ളിയൊന്നും വഴറ്റണ്ട, അതൊന്നും ബ്രൗൺ കളർ ആവണ്ട, അങ്ങനെയൊന്നും ചെയ്യണ്ട. നമ്മൾ മുളകും മല്ലിയും വറക്കുക, നമ്മൾ ഇതിലൊന്നും കൂടെ ഒന്ന് പുരട്ടി വെക്കുക. കുറച്ച് നേരം വെച്ചതിന് ശേഷം ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ വെള്ളം കൂടുതലൊക്കെ തോന്നും, പക്ഷേ ഇത് വെന്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ പറയുക നമ്മുടെ ഈ ചിക്കൻ കറികളൂടെ കഴിക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റ്
പപ്പടം കൂട്ടി കഴിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഏട്ടൻ പോകുന്ന സമയത്ത് പപ്പടം വാങ്ങിയിട്ട് വരാൻ പറയാൻ ഞാൻ മറന്നു. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ അക്ഷയയും അശ്വിനിയും കൂടെ അയച്ചാണ് കേട്ടോ പപ്പടം വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട്. കട അടുത്ത് തന്നെയാണ് കേട്ടോ, ദൂരെയൊന്നുമില്ല. അപ്പോൾ പിന്നെ അവർ രണ്ടാളും കൂടെ പോയിട്ട് പപ്പടം വാങ്ങിയിട്ട് വന്നതാണ്. ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കറി ഏകദേശം തിളച്ച് ഒന്ന് റെഡിയായിട്ടില്ല കേട്ടോ. നല്ല വേവുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാടൻ ചിക്കൻ കറിയാണെന്ന്. അപ്പം നമ്മൾ ഈ ചിക്കൻ വെക്കുന്ന സമയത്ത് നല്ല കല്ല് പോലത്തെ കുമ്പളങ്ങ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ വേകുമ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല കല്ല് പോലുള്ള കുമ്പളങ്ങ ആകുമ്പോൾ എന്താ പറയുക, നല്ല നമ്മുടെ ചിക്കൻ വെന്ത് വരുന്നതോടൊപ്പം നമ്മുടെ കുമ്പളങ്ങ ഉടയാണ്ട് തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എരിവ് കുറവായ കാരണം ഞാൻ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൊഴുപ്പ് വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നോക്കുമ്പോൾ നന്നായി തന്നെ തിളച്ചതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് എണ്ണയെ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എണ്ണ ഉപയോഗിക്കേണ്ട എന്ന് ഉള്ളവർക്ക് ഈ ചിക്കൻ കറി നല്ല ഒരു തന്നെയാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ എണ്ണയൊന്നും ഉപയോഗിക്കാണ്ട് വെക്കുന്നത് കാരണം നല്ല ടേസ്റ്റുമാണ്. ടേസ്റ്റൊന്നും കുറവില്ല കേട്ടോ. അപ്പോൾ എണ്ണ വേണ്ടാത്തവർക്ക് ഇങ്ങനെയുള്ള ചിക്കൻ കറി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, നല്ലതുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടില്ല. ഞാൻ ആ വശത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഇതിലേക്ക് പപ്പടം കാച്ചി എടുക്കുകയാണ് കേട്ടോ. എന്താ പറയുക, ചിക്കൻ വേഗം കുറച്ച് സമയം കൂടെ ആകും. ആ നേരം കൊണ്ട് നമുക്ക് പപ്പടം കാച്ചി എടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ ആ പണി വേഗം കഴിയുമല്ലോ. അതുകൊണ്ട് വേഗം തന്നെ നമ്മൾ പപ്പടമൊക്കെ ഒന്ന് കാച്ചി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് അതുപോലെ തന്നെ വെള്ളമൊക്കെ വറ്റി നല്ല കളറോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ എണ്ണ തെളിഞ്ഞത് നമ്മുടെ ചിക്കനിൽ നിന്നുള്ള എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ അരച്ച് ചേർക്കാം കേട്ടോ. ഇപ്പം തന്നെ നല്ല കൊഴുത്ത ചാറോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാനിതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ അരച്ചത് നല്ല മഷി പോലെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, പക്ഷെ ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങൾ തേങ്ങ ചേർക്കുകയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അധികം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ചിക്കന് നമ്മൾ ഒരു 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ ധാരാളമാണ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്താ പറഞ്ഞാൽ തേങ്ങ ചേർത്ത കാരണം കുറച്ച് കിണുപ്പാകും. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി തന്നെ മിക്സ് ചെയ്ത് നന്നായി തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു 3-4 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. പിന്നെ നോക്കിയപ്പോൾ ഉപ്പ് കുറവായ കാരണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തു. എരിവ് കുറവായ കാരണം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ പറയുക, ചിക്കൻ മസാല അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ധാരാളമാണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ കുമ്പളങ്ങ വെന്ത് ഉടഞ്ഞിട്ടേ ഇല്ല. അതാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, കല്ല് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം 1 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പപ്പടം കാച്ചിയ പാത്രത്തിലായ കാരണമാണ് കേട്ടോ. അതിൽ ആ ഒരു പപ്പടത്തിൻ്റെ പൊടിയാണ് ആ കാണുന്നത്. പിന്നെ നമ്മൾ വെറും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കറിവേപ്പില ചേർത്തിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മൾ നല്ല കല്ല് പോലത്തെ കുമ്പളങ്ങ ചേർത്ത കാരണം നമ്മുടെ കുമ്പളങ്ങ ഉടഞ്ഞു പോയിട്ടേ ഇല്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ കല്ല് കുമ്പളങ്ങ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്കാടിൻ്റെ സ്പെഷ്യൽ കോഴി കുമ്പളങ്ങയും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ചോറാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ദോശയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ്. പക്ഷേ കുട്ടികൾക്കൊക്കെ ചോറ് മതി പറഞ്ഞ കാരണമാണ് കേട്ടോ ഞാൻ ചോറാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ നമ്മൾ ദോശ കഴിച്ചുവല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് 2-3 നേരം അടുപ്പിച്ച് ദോശ കഴിക്കുക പറയുമ്പോൾ ഇപ്പോൾ അതൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ
ചോറാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങയും കോഴിയും പപ്പടവും ചോറും എല്ലാം കൂടെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഏട്ടൻ ഓഫീസിലേക്ക് പോയി, അപ്പോൾ ആൾ ചോറ് കൊണ്ടുപോയിട്ടില്ല, ആളിന് വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അതുപോലെ തന്നെ പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. മഴയായ കാരണം നമുക്ക് അതിൻ്റെ പിറ്റേ ദിവസം സ്കൂള് ലീവും ആയിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് കുറേ വിശേഷങ്ങൾ ഇനിയും നമുക്ക് പറയാനുണ്ട് കേട്ടോ നമ്മുടെ. പക്ഷേ ഒരുപാട് പറയാനുള്ള സ്പേസ് നമ്മുടെ വീഡിയോയിൽ ഇല്ലാത്ത കാരണം ഇതൊക്കെയാണ് നമ്മുടെ സംക്രാന്തി വിശേഷങ്ങളും റെസിപ്പികളും കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.